ഞാൻ വേറൊരു സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ ഞാൻ പറയാറുള്ളത് ലൊക്കേഷൻ മാറ്റണം, ഇത് പറ്റില്ല. പണിയിൽ തന്നെ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി സിംഗ് സൗണ്ട് റെക്കോർഡിങ്ങിനാണല്ലോ. പക്ഷെ പണിയിൽ നമ്മൾ ഡബ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചലഞ്ചസ് പലതരത്തിൽ എല്ലാ സിനിമയിലും വരും, എല്ലാ റെക്കോർഡിങ്ങിലും വരും, നമ്മൾ പ്രതീക്ഷിക്കാത്തതായിരിക്കും. ഈ പണിയുടെ ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ താമസിച്ചിരുന്ന അശോക ഹോട്ടലിലായിരുന്നു. അപ്പോൾ പല വണ്ടികൾ, ഇവരുടെ ബൈക്ക്, ജോജുവിൻ്റെ കാറ്, ഇതിൻ്റെ ചേസ് എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും രണ്ടാമത് എടുക്കണം നമ്മളതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പെർഫെക്ഷന് വേണ്ടിയിട്ട് മിക്സ് ചെയ്യാനൊക്കെ ആയിട്ട്. വേണു സാർ ആദ്യമേ തന്നെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ അജയന് വട്ടാണോ അജയൻ ചോദിച്ചു. ഇതൊന്നും നടക്കാൻ പോണ കാര്യമില്ല, തൃശ്ശൂരിലാണ് നമ്മൾ സിംഗ് സൗണ്ട് ചെയ്യാൻ പോണേ. മൂഡ് ഓൺ വിത്ത് മീഡിയ പീഡിയയിൽ ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ നിറവിൽ നിൽക്കുന്ന ഒരു അതിഥിയാണ്. ഒരുപാട് ഭാഷകളിൽ തൻ്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള അജയൻ അഡാട്ട്. സ്വാഗതം. നമസ്കാരം. ഒപ്പം അജയനെ സംബന്ധിച്ച് മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ചെയ്തു, അതിനൊപ്പം തന്നെ ഒരുപാട് ലാംഗ്വേജിൽ സിനിമകൾ ചെയ്തു. ഒരു 2013 തൊട്ട് ഈ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ അജയൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് ശബ്ദലേഖനമാണ്. ശബ്ദലേഖനത്തിൽ എനിക്ക് തോന്നുന്നു സിംഗ് സൗണ്ടിലാണ് അജയനെ ഏറ്റവും കൂടുതൽ സ്വന്തമായിട്ടുള്ള ഒരു ഇടം അടയാളപ്പെടുത്തിയിട്ടുള്ളത്. 2 തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ടുള്ളതും ആ ഒരു വിഭാഗത്തിലാണ്. ആദ്യത്തെ തവണ എനിക്ക് സൗണ്ട് ഡിസൈനിലായിരുന്നു. ഇലവീഴ പൂഞ്ചിറ. ഇലവീഴ പൂഞ്ചിറയ്ക്ക് ശേഷം പണി എന്നുള്ള സിനിമ, പണി കമേഴ്ഷ്യലായിട്ട് ഒരുപാട് ഹിറ്റായിട്ടുള്ളൊരു സിനിമയായിരുന്നു, ഒരുപാട് പേര് കണ്ടിട്ടുള്ളൊരു മൂവിയായിരുന്നു. ഈ പണി എന്നുള്ള സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുമ്പോൾ നമ്മുടെ സജി ചെറിയാൻ പ്രത്യേകം അതിൽ പറഞ്ഞിട്ടുള്ള ഒരു വാചകം ഉണ്ടായിരുന്നു. ആൾക്കൂട്ടം നിറഞ്ഞ കഥാ പരിസരങ്ങളിൽ നിന്ന് സ്വാഭാവികതയോടെ പകർത്തപ്പെട്ട ശബ്ദം. അത് ഇതിനെപ്പറ്റി അറിയാത്ത, ഇപ്പോൾ സിംഗ് സൗണ്ട് എന്താണെന്ന് അറിയുന്ന ഒരുപാട് പേരുണ്ട്. ഒരു സാധാരണ ഒരു ചലച്ചിത്ര പ്രേക്ഷകനെ സംബന്ധിച്ച് ഇതിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ശബ്ദലേഖനം, ശബ്ദവിന്യാസം, അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. അപ്പോൾ ഈ പണി എന്നുള്ള സിനിമയിലെ ആ ഒരു ശബ്ദലേഖനം അതെത്രത്തോളം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു? അല്ലെങ്കിൽ ഒരു സിംഗ് സൗണ്ട് റെക്കോർഡിസ്റ്റ് എന്ന രീതിയിൽ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ അവാർഡിന് അർഹമാക്കിയതെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് സ്വയം അതിനൊരു വിലയിരുത്തലുണ്ടാവുമല്ലോ, അതെന്തായിരിക്കും? എനിക്ക് തോന്നുന്നു മിനിസ്റ്റർ പറഞ്ഞ ആ സെൻറ്റൻസ് തന്നെയാണ് ശരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ വെല്ലുവിളി എന്നുള്ളത് സത്യത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഇതുവരെ. ഒരു സിനിമയുടെയും റെക്കോർഡിങ്ങിൽ ഇപ്പോൾ പല കാട്ടിലും തിരക്കിലും ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലും ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മൾ പ്രോപ്പർലി എക്യുപ്ഡ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ എനിക്ക് ആവശ്യമുള്ള എല്ലാ മൈക്രോഫോൺസും, ഞാൻ നേരത്തെ കൂട്ടി പ്രീ പ്രൊഡക്ഷൻ സമയത്ത് ചൂസ് ചെയ്യുന്ന മൈക്രോഫോൺസും, അതിനുവേണ്ട മിക്സറും റെക്കോർഡറും, അതിലുപരിയായിട്ട് എൻ്റെ ടീം അത്രയും ആക്യുറേറ്റായിട്ട് ബൂം ഓപ്പറേറ്റ് ചെയ്യുന്ന ബൂം ഓപ്പറേറ്റേഴ്സും അസിസ്റ്റൻ്റ് വയ്ക്കുള്ള ഒരു ടീമുണ്ട് എനിക്ക്. അപ്പോൾ അത് ഉള്ളിടത്തോളം കാലം എനിക്കത് ആക്ച്വലി ഒരു തരത്തിലുള്ള റെക്കോർഡിങ്ങും ചലഞ്ചസ് പലതരത്തിൽ എല്ലാ സിനിമയിലും വരും, എല്ലാ റെക്കോർഡിങ്ങിലും വരും, നമ്മൾ പ്രതീക്ഷിക്കാത്തതായിരിക്കും. അപ്പോൾ പലരും വിചാരിക്കുക ഈ തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെ ഡയലോഗ് എടുക്കും എന്നുള്ള എല്ലാവരുടെയും ഒരു സംശയം തീർച്ചയായിട്ടും അതായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ പണി എന്നുള്ള സിനിമയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ സ്വരാജ് റൗണ്ട് ആണെങ്കിലും, അല്ലെങ്കിൽ ശക്തനമ്പുരാൻ മാർക്കറ്റ്, അല്ലെങ്കിൽ അരിയങ്ങാടി, തൃശ്ശൂരിൻ്റെ ഏറ്റവും ക്രൗഡായിട്ടുള്ള ഏരിയകളിലൂടെ ഒക്കെ ഇതിൻ്റെ കഥാഗതി സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഒരു സീൻ അവിടെ പ്ലാൻ ചെയ്യുന്നു, ആക്ടേഴ്സ് വരുന്നു, അതും സംവിധാനം ചെയ്യുന്നത് ഒരു താരമാണ്. അപ്പോൾ ആ താരത്തെ കാണാൻ ഓടിക്കൂടിയ ആൾക്കാരുണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു കട്ട് വരുമ്പോൾ ആദ്യത്തെ തെറി വിളിക്കുന്നതും ഈ താരത്തിനെ ആയിരിക്കും. കാരണം അത് വിളിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു ചെറിയ സുഖമുണ്ട്. പിന്നെ ഏതെങ്കിലും ഇപ്പോൾ കള്ളു പിടിച്ച് അലമ്പാക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ക്രൗഡിനുള്ളിൽ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളതിനൊപ്പം തന്നെ കൃത്യമായൊരു കാര്യമാണ് എങ്ങനെ ഒരു ശബ്ദം അവിടെ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത ശബ്ദങ്ങൾ, ആവശ്യമുള്ള ശബ്ദങ്ങൾ, ഇതൊന്നും ആ സമയത്ത് വേർതിരിക്കാൻ പറ്റില്ല. കിട്ടിയതൊക്കെ പകർത്തുക എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പണിയുടെ ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ താമസിച്ചിരുന്ന അശോക ഹോട്ടലിലായിരുന്നു, ശക്തൻ സ്റ്റാൻഡിൽ. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ ഞാൻ വേണു സാറിനെ കണ്ടു, ക്യാമറാമാൻ വേണു സാർ ആദ്യമേ തന്നെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ അജയന് വട്ടാണോ അജയൻ ചോദിച്ചു. ഇതൊന്നും നടക്കാൻ പോണ കാര്യമില്ല, തൃശ്ശൂരിലാണ് നമ്മൾ സിംഗ് സൗണ്ട് ചെയ്യാൻ പോണേ, ഈ ലൊക്കേഷനൊക്കെ അജയൻ കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ സാർ ഞാൻ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷനാണ്, നമ്മൾ നടന്നിട്ടുള്ള വഴികളാണ്, പല രൂപത്തിലുള്ള വഴികളാണ്. ഇപ്പോൾ എനിക്ക് തൃശ്ശൂർ നഗരത്തിൽ എനിക്ക് അറിയാത്തൊരു മുക്കും മൂലയില്ല, അതിൽ എനിക്ക് കേൾക്കാത്ത ശബ്ദം കാലം തൊട്ട് മുദ്രാവാക്യം വിളിച്ച് അതെ എല്ലാം ഉണ്ട്. കേരളോർമ്മ അല്ല തൃശ്ശൂർ അതുണ്ട്, എനിക്ക് സ്ഥലം അറിയാം. പക്ഷേ സാറ് പറഞ്ഞൊരു കാര്യം, സാറ് ലൊക്കേഷൻ നോക്കാൻ പോയ സമയത്ത് സാറിൻ്റെ അസിസ്റ്റൻറ്റിനോട് സാറ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഇവിടെ ഒരു ലൈറ്റ് വെക്കണം. അത് അവൾക്ക് കേൾക്കുന്നില്ലായിരുന്നു, സ്റ്റെഫിക്ക് കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട്, അപ്പോൾ ഇതിലൊരു പ്രധാന ഒരു ഓഫീസ് സീനൊക്കെ നടക്കുന്നത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തുള്ള ഇരിഞ്ചേരി ബിൽഡിങ്ങിൻ്റെ അകത്താണ്. അപ്പം ഇങ്ങനെ അതൊക്കെ സത്യത്തിൽ
വേറൊരു സ്ഥലത്തൊക്കെ വേണമെങ്കിൽ സാധാരണ ഞാൻ വേറൊരു സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ ഞാൻ പറയാറുള്ളത് ലൊക്കേഷൻ മാറ്റണം, ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റിക്കും. അങ്ങനെ എന്തിനാണ് നിങ്ങൾക്ക് ഇവിടെ വെക്കേണ്ട ആവശ്യം, എക്സ്റ്റീരിയർ അവിടെ ചെയ്തിട്ട് ഇൻറ്റീരിയർ വേറെ എവിടെയെങ്കിലും ചെയ്തുകൂടെ, അറിയില്ലല്ലോ മെയിൻ ഡയലോഗ് നടക്കുന്ന ഇൻറ്റീരിയറിലല്ലേ, ഇതൊക്കെയാണ് സാധാരണ ഉണ്ടാവാറ്. പക്ഷെ ഇതിൽ എനിക്ക് ജോജുവേട്ടൻ്റെ തുടക്കം തൊട്ട് ആളുടെ കൂടെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ആൾ ഈ പണിയുടെ ആലോചന തുടങ്ങുന്ന സമയം തൊട്ട് എനിക്കറിയാം. ആ സമയം തൊട്ട് നിങ്ങൾ തമ്മിലൊരു ക്രിയേറ്റീവ് ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ആളുടെ ഒരു വാശിയായിരുന്നു. ആൾക്ക് തൃശ്ശൂർ റൗണ്ടിൽ തന്നെ അത് പ്ലേസ് ചെയ്യണം. അത് കണ്ടാലും ഇല്ലെങ്കിലും ഇനിയിപ്പോൾ ഇൻറ്റീരിയറിലാണ്, വേറെ അവിടെ ചെയ്താലും അറിയൊന്നുമില്ല, പക്ഷെ അത് പുറത്തുനിന്ന് ആ ബസ്സിൻ്റെ വിളിയൊക്കെ വേണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ സാധാരണ സിങ് സൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വിളികളും ബഹളങ്ങളൊക്കെ പിന്നീട് റെക്കോർഡ് ചെയ്ത് ആഡ് ചെയ്യാണല്ലോ ചെയ്യുന്നത്. റെക്കോർഡിങ് പരമാവധി ക്ലീൻ ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞു നമുക്ക് മാക്സിമം നോക്കാം, അത് ആളുടെ ഒരു എസ്തെറ്റിക് വിഷനാണല്ലോ, അപ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞ പോലെ വലിയൊരു ടീം വർക്കായിരുന്നു. കാരണം നമ്മളിപ്പോൾ സിനിമയിൽ കാണുന്ന പല സ്വാഭാവികമായിട്ടുള്ള റൗണ്ടിൽ കൂടെയുള്ള നടത്തവും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഫോർഗ്രൗണ്ടിൽ നടക്കുന്നതൊക്കെ നമ്മുടെ ആളുകളാണ്, ഒക്കെ നമ്മുടെ ജൂനിയർ ആർട്ടിസ്റ്റുകളും സപ്പോർട്ടിങ് ആക്ടേഴ്സുമാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കാനുള്ള ഡയറക്ഷൻ ടീം, ലോക്കപ്പ് ടീം, സൗണ്ട് ലോക്കപ്പ് ടീമുണ്ട്, വിജിത്തും സംഘമൊക്കെ. അവരുടെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതായത് ഹാർഷായിട്ട് ആളുകളെ തടയോ ഉണ്ടായിരുത്തോ ചെയ്യുക അങ്ങനെയല്ല, പക്ഷെ അതിൻ്റെ അപ്പുറത്ത് അവർക്ക് അതിൻ്റെ ഒരു നേക്കറിയാം. അപ്പോൾ പിന്നെ ലോകത്തിലെ എല്ലാ ശബ്ദവും നിർത്തിയിട്ട് ഞാൻ എൻ്റെ ആക്ടേഴ്സിൻ്റെ ശബ്ദം മാത്രം റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡബ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരും. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഫ്രെയിമിലുള്ള ശബ്ദങ്ങൾ അതിൽ കേൾക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ആകെയുള്ളൊരു കാര്യം നമ്മുടെ ആക്ടേഴ്സിൻ്റെ ശബ്ദം, അതാണ് നമുക്ക് സിഗ്നൽ, ബാക്കിയുള്ളത് നമുക്ക് നോയ്സാണ്. അപ്പോൾ ആ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിയുകയാണെങ്കിൽ എനിക്കൊരു സൗണ്ട് കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു സീനിനെ രക്ഷിച്ചെടുക്കാൻ പറ്റും. ഒരു സർക്കസ് ഒന്നും പോലെയല്ലല്ലോ ഇതിനൊരു, നമ്മൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇത് വേണമെങ്കിൽ സിംപ്ലി 2 മിനിറ്റ് കൊണ്ട് ഡബ് ചെയ്യാം ഈ മൊത്തം ഡയലോഗ് അകത്തിരുന്നിട്ട്. എന്നിട്ട് ആംബിയൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഇതേപോലത്തെ ഫീൽ കിട്ടില്ലെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ പലപ്പോഴും അത് അങ്ങനെയല്ല നമ്മുടെ അനുഭവം. ഈ സിനിമയിൽ തന്നെ പല സീനുകളും ഡബ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. സാഗറിൻ്റെയും ജുനൈസിൻ്റെയൊക്കെ സീനുകളും ഒക്കെ ഡബ് ചെയ്ത് നോക്കിയത് അവരുടെ പെർഫോമൻസിനെയും ബെറ്റർ ആക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയിലാണ്. പക്ഷെ അവിടെ വെച്ച് ഈ ഡബ് ചെയ്ത ട്രാക്കും നമ്മൾ ലൊക്കേഷൻ റെക്കോർഡ് ചെയ്ത ട്രാക്കും എല്ലാം കൂടി സൗണ്ട് ഡിസൈൻ സ്റ്റുഡിയോയിൽ വന്നിരിക്കുമ്പോൾ ജോജു ജോർജ് തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു, അത് സിങ് സൗണ്ട് തന്നെ വെച്ചാൽ മതി, അതിലാണ് പെർഫോമൻസ് നന്നായിരിക്കുന്നത് എന്നുള്ളത്. പെർഫെക്ഷനിസ്റ്റ് ആകുമ്പോൾ കൂടുതലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വാശി പിടിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ ആ കോർപ്പറേഷൻ ഓഫീസിൻ്റെ മുകളിൽ സാഗർ സൂര്യയുടെ ക്യാരക്ടറും ജുനൈസും കൂടിയിട്ട് കയറി നിന്നിട്ട് ഒരു ഡയലോഗും സീക്വൻസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു താഴെ നിൽക്കുന്ന നമ്മൾ ശബ്ദത്തിൻ്റെ ഒരു ഡിസൈനിങ് ശ്രദ്ധിച്ചാൽ താഴെ ഫുൾ ക്രൗഡായിട്ടുള്ളൊരു ആംബിയൻസും കുറച്ചും കൂടി മുകളിൽ കയറുമ്പോൾ നമ്മൾ ഈ അവിടെയുള്ള ഒരു സ്കൈയുടെ താഴെ നിൽക്കുമ്പോഴൊരു മൂഡും വേറെ ആയിരിക്കും. നമ്മുടെ ശക്തൻ സ്കൈലൈനിൻ്റെ ബ്രിഡ്ജിൻ്റെ മുകളിലുള്ളത് മറ്റേ ആകാശപാതയുടെ പോർഷൻ ഉണ്ട്. പിന്നെ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരു സംഭവം ഉണ്ട്. അപ്പൊ എന്താ വെച്ചാല് താഴെ എന്തോ ഒരു കടലിന്റെ അടിയിൽ ഒരു ക്രൗഡ് അലയടിക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും, മുകളിൽ നിൽക്കുമ്പോൾ വേറെ ഒരു ഇതായിരിക്കും. അപ്പൊ ഇങ്ങനെ സൗണ്ടിന്റെ ഒരുപാട് വേരിയേഷൻസ് ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഒരു സിങ് സൗണ്ട് റെക്കോർഡിസ്റ്റിനെ സംബന്ധിച്ച് ഇത്തരം രംഗങ്ങൾ നമ്മൾ പ്ലാൻഡ് ആയിരിക്കും, നമ്മുടെ ക്രൂ നമ്മുടെ കൂടെ സപ്പോർട്ടിങ് ആയിട്ടുണ്ടായിരിക്കും. എന്നാൽ ചില സമയത്ത് നമ്മൾക്ക് ഒരു തരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ വരും. പക്ഷെ അങ്ങനെ വരുമെന്നുള്ളത് മിക്കവാറും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മളങ്ങനെ എത്ര തന്നെ പ്ലാൻ ചെയ്താലും ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ കൈ വിട്ടു പോകും. പക്ഷെ നമ്മളതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതിലാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്, നമ്മുടെ ഒരു പ്രൊഫഷണലിസം ഒക്കെ ഇരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മൊമെന്റ് എന്തെങ്കിലും ഒന്ന് ഓർത്ത് പറയാൻ പറ്റും ഈ പണി ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ? ഒരുപാടുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും അങ്ങനെ ആക്സിഡൻ്റലി വരുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് പലപ്പോഴും നമുക്ക് ഗുണമാവാറാണ് പതിവ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ ഷോട്ട് ഉപയോഗിക്കാൻ പറ്റാതായി പോകുന്ന സാധനങ്ങളുണ്ടാവും, ആൾക്കാർ ഫ്രെയിമിൽ കയറി വരികയും തെറി വിളിക്കുകയൊക്കെ ചെയ്യുന്ന പോലത്തെ. അതല്ലാതെ ചിലപ്പോൾ ഇതൊന്നും അറിയാതെ ഒരാൾ കയറി വരുമോ, ഇപ്പം നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അങ്ങനെയൊക്കെ സംഭവിക്കുന്നതൊക്കെ വളരെ നാച്ചുറലായിട്ട് ആ ആക്ടേഴ്സിൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡ് അനുസരിച്ചിരിക്കും. അത് അവർ ആ സിറ്റുവേഷനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതിന് അവർ ക്യാരക്ടറിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളോട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഭയങ്കര രസമായിട്ടുള്ള സീക്വൻസ് ആയിട്ട് വരികയും ചെയ്യും. പണിയുടെ ഒരു പ്രത്യേകത, പണിയിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് കുറവായിരുന്നു, ഫിലിം ആക്ടേഴ്സ് എന്ന് വെച്ചാൽ ജോർജ് ജോർജും അങ്ങനെ ഉണ്ടെങ്കിലും മെയിനായിട്ടുള്ള വേഷങ്ങൾ ചെയ്തിട്ടുള്ള പലരും പുതിയ ആളുകളായിരുന്നു. ബോബി കുര്യൻ, സാഗർ, ജുനൈസ്, പുതിയതെന്നല്ല, അവരൊക്കെ പല കാലങ്ങളിലും മീഡിയയിലും സിനിമയിലും ഉള്ള ആളുകളാണ്. അവർ ഇത്രയും വലിയ വേഷം ചെയ്യുന്ന വേഷങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെ സുനി വേഷം ചെയ്ത രമേശ്, പക്ഷെ ഇവരെല്ലാവരും തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടുള്ളവരും അല്ലാതെ ആക്ടിങ്ങിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെയാണ്. ഇപ്പോൾ ബോബി ചേട്ടന് ഇതൊന്നും ഇല്ലാത്ത ആളാണ്, ആൾ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ആദ്യമായിട്ട് വന്നിട്ട് അഭിനയിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാജിക് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഗുണം ഉണ്ടായിരുന്നു.
100 ദിവസത്തിലധികം നമ്മൾ ഷൂട്ട് ചെയ്തു. തൃശ്ശൂർ ജില്ലയിൽ മാത്രമേ പണി ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ റൗണ്ട് പോലെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ സീനുകൾ റൗണ്ട്, പിന്നെ കുറച്ച് ഗ്രാമ സീനുകളുള്ള അന്തിക്കാട് ഭാഗത്ത് പുള്ളു ഭാഗത്തും ഒക്കെ ആയിട്ട് എടുത്തു. നമ്മൾ ചേസ് സീക്വൻസസ് ഇതൊക്കെ എടുത്തതെല്ലാം കൂടുതൽ നമ്മുടെ അയ്യന്തോളിൽ നിന്ന് കോടതിയിൽ നിന്ന് നടുവലാല് വരെയുള്ള ആ റോഡ്, പടിഞ്ഞാറക്കോട്ട വരെയുള്ള റോഡിലാണ്. അതാണ് ഇവിടെയുള്ള കൊള്ളാവുന്ന അത്യാവശ്യം റിഗ് ചെയ്തിട്ടൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റിയ, ഫാസ്റ്റായിട്ടൊക്കെ ഓടിക്കാൻ പറ്റിയ ഒരു റോഡ് നമ്മുടെ ടൗൺ പരിസരത്തുള്ളത്. അപ്പോൾ അവിടെ തന്നെ കുറേ സീൻസ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നൈറ്റ് കുറേ സാധനങ്ങൾ പുള്ളിലാണ് ചെയ്തത്, പുള്ള്. അപ്പോൾ സാധാരണ എനിക്ക് ഇതിൻ്റെ അകത്ത് തോന്നിയ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ, ഫൈറ്റ് മാസ്റ്ററോ അല്ലെങ്കിൽ ചേസ് അങ്ങനത്തെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സിംഗ് സൗണ്ടുകാരെ അങ്ങനെ പാക്കപ്പ് ചെയ്ത് റൂമിൽ പോവാണ് സാധാരണ ചെയ്യാറ്. കാരണം അവരുടെ ഒളിയും ബഹളമായിരിക്കും. പിന്നെ നമുക്ക് അവിടെ പോയി പറയാനും പറ്റില്ല, അവിടെ സൈലൻസ് പറയാൻ പറ്റില്ല. കാരണം അത്രയും സേഫ്റ്റി കാര്യങ്ങളൊക്കെ റിസ്ക് ഒക്കെ വെച്ചിട്ട് അവർ ചെയ്യുന്ന ഷോട്ട്സ് ആയിരിക്കും. അപ്പോൾ അവർക്ക് വോക്കൽ സജഷൻസ് കൊടുക്കേണ്ടി വരും, ക്യൂ കൊടുക്കേണ്ടി വരും. പക്ഷെ പണിയിൽ മിക്കവാറും സീനുകൾ നമ്മൾ അതില്ലാതെയാണ് ചെയ്തത്. ഫൈറ്റ് മാസ്റ്ററും വളരെ സപ്പോർട്ടീവായിരുന്നു, ദിനേശ് മാസ്റ്റർ. അത് മാത്രമല്ല, അതിലങ്ങനത്തെ തരം, അപ്പോൾ പല വണ്ടികൾ, ഇവരുടെ ബൈക്ക്, ജോജുവേട്ടൻ്റെ കാറ്, ഇതിൻ്റെ ചേസ് എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും രണ്ടാമത് എടുക്കണം നമ്മളതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പെർഫെക്ഷന് വേണ്ടിയിട്ട് മിക്സ് ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷെ അതെല്ലാം നമ്മൾ ലൈവ് എടുത്ത് പോയിട്ടുണ്ട്. മിക്കവാറും പണിയിൽ അങ്ങനെ ലൈവ് എടുക്കാത്ത ഒരു ഷോട്ട് പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അത് ഭയങ്കരമായിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. അപ്പോൾ ഞാൻ തന്നെയാണ് അതിൻ്റെ സൗണ്ട് ഡിസൈനും ചെയ്തത്. അപ്പോൾ ചില സിനിമകൾക്ക് ഞാൻ ലൊക്കേഷൻ മാത്രമേ ചെയ്യാറുള്ളൂ, ചില സിനിമകൾക്ക് രണ്ടും ചെയ്യും. അപ്പോൾ ചില സിനിമയ്ക്ക് ഞാൻ ഡിസൈൻ മാത്രമായിട്ട് ചെയ്യും. അപ്പോൾ രണ്ടും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഒരു കൈയടക്കം ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇപ്പോൾ ലൊക്കേഷനിൽ ഇങ്ങനെ ഒരു സംഭവം പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പോസ്റ്റിൽ അങ്ങനെ മാനേജ് ചെയ്യാം എന്ന് പറഞ്ഞൊരു ഐഡിയ നമുക്കുണ്ടാവും. പിന്നെ മിക്കവാറും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയായിരിക്കും അല്ലെങ്കിലും വർക്ക് ചെയ്യുന്ന സൗണ്ട് എഡിറ്റേഴ്സും ഇവരൊക്കെ. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പണിയിൽ തന്നെ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് സിംഗ് സൗണ്ട് റെക്കോർഡിങ്ങിനാണല്ലോ. പക്ഷേ പണിയിൽ നമ്മൾ ഡബ് ചെയ്തിട്ടുണ്ട്. അത് ജൂറിക്കും അറിയുന്നുണ്ടാവും, അറിയാതിരിക്കാൻ വഴിയില്ല. കാരണം വളരെ കുറവാണ് ഡബ് ചെയ്തിട്ടുള്ളത്, ഒരു 3%, 4% എന്നൊക്കെ പറയാം മാക്സിമം. കാരണം അതിൽ അഭിനയിച്ച നായികയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല. പണിയുടെ നായിക, അവർക്ക് സംസാരിക്കാൻ പറ്റില്ല, അവർക്ക് കേൾവിശക്തിയില്ല, അവരൊരു സ്പെഷ്യൽ ആർട്ടിസ്റ്റാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവരെ സിംഗ് സൗണ്ട് എടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ അവരുൾപ്പെടുന്ന സീനുകളിൽ ബാക്കി എല്ലാവരുടെയും സിംഗ് സൗണ്ട് തന്നെയാണ്. അഭിനയിക്കുകയാണെങ്കിൽ അധികം ഡയലോഗില്ല പടത്തിൽ, വളരെ കുറച്ച് ഡയലോഗ്സ് ഉണ്ടായിരുന്നുള്ളൂ അതിൽ. ആ കാരണം കൊണ്ട് തന്നെയാണ് നമ്മളങ്ങനെ തീരുമാനിച്ചതും. അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ലല്ലോ അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഒരു പടം ചെയ്താൽ പിന്നെ ഞാൻ സിംഗ് സൗണ്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അതിൽ അഭിനയുടെ ശബ്ദം മാത്രമേ ഡബ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അതുപോലെ 1-2 ഫീമെയിൽ ആർട്ടിസ്റ്റുകൾക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഡബ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിന് ടെക്നിക്കലി പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടല്ല, ലാംഗ്വേജ് മലയാളം അവർ പറഞ്ഞ് ശരിയില്ല എന്നുള്ളതുകൊണ്ട് 1-2 പേര് എന്നുവെച്ചാൽ കുറച്ച് തമിഴ് ചൊയൊക്കെ വന്നിട്ടുള്ള ലൈനുകൾ മാത്രം അത് മാത്രം റീപ്ലേസ് ചെയ്യുന്ന കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് മിക്കവാറും എല്ലാ സിനിമയിലും ചെയ്യേണ്ടി വരും. ഇപ്പോൾ എന്തെങ്കിലും 1-2 ക്യാരക്ടേഴ്സ് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയിരിക്കില്ല അവർ പറയുന്നത്. ഒരു പോലീസുകാരൻ ആയിരിക്കും, ചിലപ്പോൾ അയാൾക്ക് 2 ലൈനേ ഉണ്ടാവുള്ളൂ, അന്ന് കാസ്റ്റ് ചെയ്തിട്ടായിരിക്കും ആൾ വന്നിട്ട്. പക്ഷേ ഒരു പാവപ്പെട്ടവനെ പോലെ വന്നിട്ട് മറുപടി പറഞ്ഞിട്ട് പോവുകയാണെന്ന് വെച്ചാൽ നമ്മൾ അറ്റ്ലീസ്റ്റ് പിന്നെ അത് പോസ്റ്റ് പ്രൊഡക്ഷനിൽ എന്തെങ്കിലും ഇത്തിരി കനമുള്ള ശബ്ദമെങ്കിലും ഇട്ടിട്ട് അതിന് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. അതല്ലാതെ ഇതൊരു മറ്റേ സർക്കസോ അല്ലെങ്കിൽ ഞങ്ങൾ മറ്റേ ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ട് മറ്റേ 48 മണിക്കൂർ നിർത്താതെ പാട്ടുപാടി അല്ലെങ്കിൽ 150 മണിക്കൂർ വായിലും വായിച്ചു എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു സർക്കസ് പരിപാടിയേ അല്ല. ഇതെല്ലാം ചെയ്യുന്നത് ഇപ്പോൾ സിംഗ് സൗണ്ട് ചെയ്യുന്നത് സിംഗ് സൗണ്ടിന് അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ, ആ സിനിമ നന്നാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലൊരു വരി മോശമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഡബ് ചെയ്യുന്നുണ്ടെന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അത് വരികളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം അതിൻ്റെ ടോണൽ ബാലൻസും എല്ലാം പോവും. ഈ ലൊക്കേഷനിൽ നമ്മൾ പിടിച്ചിട്ടുള്ളൊരു ടോണുണ്ട്, അതിന് ഉപയോഗിച്ചിട്ടുള്ള മൈക്രോഫോൺസ് ഉണ്ട്. അപ്പോൾ അതിലൊരു വരിയോ 2 വരിയോ ഒക്കെ വന്നിട്ട് റീപ്ലേസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ മൊത്തം ആംബിയൻസിനും എഫക്ട്സിനും ഒന്നും അത് ബാധിക്കണമെന്നില്ല. പെർഫോമൻസിന് വേണ്ടി ഗുണം ചെയ്യും, സിനിമയ്ക്ക് ഗുണം ചെയ്യിച്ചാൽ നമ്മൾ എന്തും ചെയ്യും.